കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുന്നണി മാറ്റങ്ങളുടെയും അണിയറ നീക്കങ്ങളുടെയും കഥകളാണ്. ഒരു വശത്ത് SNDPയും NSSും സർക്കാരുമായി അകലുന്നു. മറുവശത്ത് ശശി തരൂരിനെ പോലെയുള്ള കരുത്തരെ ഒപ്പം നിർത്താനുള്ള CPM ശ്രമങ്ങൾ പാളുന്നു. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ഭരണപക്ഷത്തെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിൽ സംഭവിക്കുന്നത് അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. പാലായിൽ നിന്ന് തുടങ്ങിയ ആ പ്ലാൻ ബി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ജോസ് കെ മാണിക്ക് ശരിക്കും ചതി പറ്റിയോ എന്ന ചോദ്യങ്ങൾ അനവധിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെയാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു തുടങ്ങിയത്. ഇടതുമുന്നണിയിൽ എത്തിയതോടെ വലിയ നേട്ടങ്ങൾ കൊയ്യാമെന്ന് കരുതിയ ജോസിന് സ്വന്തം തട്ടകമായ പാലാ നഗരസഭ പോലും നഷ്ടമായിരിക്കുന്നു. CPMനൊപ്പം നിന്നാൽ ഉള്ളതുകൂടി പോകുമെന്ന തിരിച്ചറിവ് ജോസ് കെ മാണിയെ വീണ്ടും UDFിലേക്ക് ചിന്തിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചകളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ ഈ നീക്കം CPM മുൻകൂട്ടി അറിഞ്ഞു എന്നതാണ് വലിയ ട്വിസ്റ്റ്. ജോസ് കെ മാണി തിരികെ UDFിലേക്ക് പോയാൽ അത് മധ്യ തിരുവിതാംകൂറിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാകുമെന്നുറപ്പാണ്. ഇത് തടയാൻ CPM പ്രയോഗിച്ചത് അതിശക്തമായ ഒരു തന്ത്രമാണ്. ജോസിനെ മുന്നണിയിൽ തളച്ചിടുക എന്നതിലുപരി പാർട്ടി പിളർത്തിയാൽ പോലും ഭരണം നിലനിർത്തുക എന്നതായിരുന്നു CPMന്റെ ലക്ഷ്യം. ഇവിടെയാണ് ജോസ് കെ മാണിയുടെ വിശ്വസ്തനായ റോഷി അഗസ്റ്റിനെ CPM കരുവാക്കിയത്. ജോസ് മുന്നണി വിടാൻ ഒരുങ്ങിയാൽ റോഷി അഗസ്റ്റിനെയും ഒരു വിഭാഗം MLAമാരെയും അടർത്തി മാറ്റി LDFിനൊപ്പം നിർത്താനായിരുന്നു CPMന്റെ പ്ലാൻ. മന്ത്രിസ്ഥാനം നിലനിർത്താനുള്ള സ്വാഭാവികമായ ആഗ്രഹത്തെ CPM കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ജോസ് കെ മാണി അറിയാതെ CPM നേതൃത്വം റോഷി അഗസ്റ്റിനുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ജോസ് UDFിലേക്ക് പോയാലും റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തെ LDFിൽ നിലനിർത്താമെന്നും അവർക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാമെന്നും CPM ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇതോടെ ജോസ് കെ മാണി രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുന്നു. പിന്നിൽ നിന്നും കുത്തേറ്റു എന്ന് ജോസ് കെ മാണി തിരിച്ചറിയുമ്പോഴേക്കും പ്ലാൻ ബി നടപ്പിലാക്കാനുള്ള വഴി അടഞ്ഞിരുന്നു. ഈ ചതിയുടെ രാഷ്ട്രീയം കേരള കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട്. പാലായിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥതകൾ പുകയുകയാണ്. CPM തങ്ങളെ വിഴുങ്ങാൻ നോക്കുന്നു എന്ന ഭയം പ്രവർത്തകരിലുമുണ്ട്. എന്നാൽ റോഷി അഗസ്റ്റിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് മന്ത്രിസ്ഥാനവും അധികാരവും വിട്ടുകളയാൻ താല്പര്യവുമില്ല. ഇതോടെ ഒരു വശത്ത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയും മറുഭാഗത്ത് പാർട്ടിയുടെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇടതുമുന്നണിയിൽ കപ്പിത്താനും കൂട്ടരും നേരിടുന്ന തിരിച്ചടികളുടെ തുടർച്ചയാണ് ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. NSSും SNDPയും കൈവിട്ടതോടെ ഹൈന്ദവ വോട്ടുകളിൽ വിള്ളൽ വീണിരിക്കുന്നു. ക്രൈസ്തവ വോട്ടുകൾ കൂടി കൈവിട്ടു പോയാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ദുരന്തമാകും CPMനെ കാത്തിരിക്കുന്നത്. അത് തടയാൻ ജോസ് കെ മാണിയെ സമ്മർദ്ദത്തിലാക്കി നിർത്തുക എന്ന തന്ത്രം മാത്രമാണ് ഇപ്പോൾ പയറ്റുന്നത്. ചുരുക്കത്തിൽ UDFിൽ നിന്ന് പുറത്തായ ജോസ് കെ മാണിക്ക് ഇടതുമുന്നണിയിലും സ്വസ്ഥതയില്ല. റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ച് CPM നടത്തിയ നീക്കം ജോസിനെ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. രാഷ്ട്രീയത്തിൽ ചതിയും വഞ്ചനയും പുത്തരിയല്ലെങ്കിലും സ്വന്തം പാർട്ടിക്കുള്ളിലെ വിശ്വസ്തരെ ഉപയോഗിച്ച് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് ജോസിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി പാലായിലെ ഈ കപ്പിത്താൻ എങ്ങോട്ട് തുഴയും എന്ന് കണ്ടറിയണം. UDF വാതിലുകൾ ജോസിന് മുന്നിൽ തുറക്കുമോ അതോ CPMന്റെ തടവറയിൽ തന്നെ തുടരേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഇതിനുത്തരം നൽകും.